പ്രാണാലയ പ്രണാം. ശരീരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മമാണ്. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. അതായത് ഒരു ആരോഗ്യത്തോടെയുള്ള ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ധർമ്മം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരാഴ്ച, അതായത് ജൂൺ 15 മുതൽ 21 വരെ വേൾഡ് കോണ്ടിനൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മടി അല്ലെങ്കിൽ ലജ്ജ കാരണം നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നുമല്ല, യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയ കൊളോൺ സംബന്ധമായിട്ടുള്ള ഇൻകോണ്ടിനൻസിനെ കുറിച്ചിട്ടാണ്. ചിലർക്ക് അറിയാണ്ട് മൂത്രം പോവാ, അല്ലെങ്കിൽ അറിയാണ്ട് മലം പോവാ, എന്ന് വെച്ചാൽ നമുക്ക് മൂത്രം പോകണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോവാ, അല്ലെങ്കിൽ ലീക്ക് ആവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ മെനോപോസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാതദോഷത്തിന്റെ ഒരു വർധനവ് ഉണ്ടാവും. ഇത് നേരെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയയിലാണ്. ചിലർ കണ്ടിട്ടില്ലേ, വിശപ്പ് കുറയുക, ഭക്ഷണം തീരെ വേണ്ടെന്ന് പറയാ, ചില ഭക്ഷണത്തിനോട് വെറുപ്പ് തോന്നുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ പേശികൾക്കുള്ള ബലക്കുറവ് ഉണ്ടാക്കും. ഇതാണ് ഈ പറഞ്ഞ യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ കൊളോൺ ഇൻകോണ്ടിനൻസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, എന്നുവെച്ചാൽ നേരത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയാൽ അവരുടെ അഡ്വൈസോട് കൂടി ഒരു നല്ല ഭക്ഷണ രീതി, അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നാരുകൾ അടങ്ങിയ, പ്രോട്ടീനുകൾ അടങ്ങിയ പോഷക സമൃദ്ധമായിട്ട് ഈ ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. പിന്നെ ജീവിത ശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ മൂത്രം അല്ലെങ്കിൽ മലം പിടിച്ചു വെക്കാതിരിക്കുക. ആയുർവേദത്തിൽ വേഗാന്നധാരയത് എന്നാണ് പറയുന്നത്. 13 വേഗങ്ങളാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത്. നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ലാത്ത ശരീരത്തിന്റെ വേഗങ്ങൾ, അതായത് ശരീരത്തിന്റെ ഏർജസ്, ലൈക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ പിടിച്ചു വെക്കുക, വിശപ്പ് വരുമ്പോൾ പിടിച്ചു വെക്കുക, ദാഹം വരുമ്പോൾ പിടിച്ചു വെക്കുക. അതുപോലെ തന്നെയാണ് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ പോവാതിരിക്കുക. മലം പോകണം, നമുക്ക് മോഷൻ ക്ലിയർ ചെയ്യണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോവാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻകോണ്ടിനൻസിലേക്ക് കൊണ്ടെത്തിക്കാം യോഗ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ പ്രാക്ടീസസ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ബലത്തിനനുസരിച്ച്, നമ്മുടെ ശരീരത്തിന്റെ ആവതനുസരിച്ച് ഓരോരുത്തർക്കും ചെയ്യാവുന്ന എക്സസൈസസ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഭക്ഷണം, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, വ്യായാമം അല്ലെങ്കിൽ യോഗ, ഇത് മാനേജ് ചെയ്ത് പിന്നീടാണ് ലൈക്ക് ഈ വാദത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളുടെയും ചികിത്സകളുടെയും ഒക്കെ ഉപയോഗം വരുന്നത്. അപ്പോൾ മടി കൂടാതെ അല്ലെങ്കിൽ ലജ്ജ വിചാരിക്കാതെ ഇതെങ്ങനെ തുറന്നു പറയും എന്ന് ചിന്തിക്കാതെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് എത്താതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ a conversation can change everything.